ഡിയർ സ്റ്റുഡൻസ്, മാത്തമാറ്റിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറ്റർമിനൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഡിറ്റർമിനൻസിൽ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ കാണുന്നത്, അതുകൂടാണ്ട് മെട്രിക്സിൽ രണ്ട് പ്രത്യേകതകൾ, സിംഗുലർ ആൻഡ് നോൺ സിംഗുലർ മെട്രിക്സ്. ഇത്തരം കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. മെട്രിക്സ് നോൺ സിംഗുലർ ആണെങ്കിൽ എന്താ കണ്ടീഷൻ? ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0. സിംഗുലർ മെട്രിക്സ് ആണെങ്കിലോ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0. അതുകൂടാണ്ട് ഏരിയ കാണാനുള്ള സൂത്രവാക്യം പഠിച്ചു. ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് x1 y1 1 x2 y2 1 x3 y3 1 അല്ലേ? അതിന് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. നമുക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് നമുക്ക് ഇന്നത്തെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, മൈനസ് ആൻഡ് കോഫാക്ടേഴ്സ്. അതായത് ഡിറ്റർമിനന്റിൽ വരുന്ന ഒരു പുതിയൊരു കൺസെപ്റ്റാണ് മൈനസ് ആൻഡ് കോഫാക്ടേഴ്സ്. അതിന്റെ ഡെഫിനേഷൻ നോക്കാം. ഡെഫിനേഷൻ 1, മൈനർ ഓഫ് ആൻ എലമെന്റ് aij ഓഫ് എ ഡിറ്റർമിനന്റ് ഈസ് ദ determinant obtained by deleting ith row and jth column in which aij lies. Minor of an element aij is denoted by mij. അതായത് ഒരു ഡിറ്റർമിനന്റിലെ ഒരു എലമെന്റിന്റെ മൈനർ കാണണമെങ്കിൽ aij എന്ന് പറഞ്ഞ എലമെന്റിന്റെ മൈനർ കാണണം എന്ന് പറഞ്ഞാൽ അതിന്റെ മൈനർ എന്ന് പറഞ്ഞാൽ ഒരു ഡിറ്റർമിനന്റ് ആണ്. എങ്ങനെ ഡിറ്റർമിനന്റ്? aij ആണെങ്കിൽ ith റോയും jth കോളും ഒഴിവാക്കിയാൽ കിട്ടുന്ന ഡിറ്റർമിനന്റ്. എങ്ങനെ ഒഴിവാക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ഡിറ്റർമിനന്റ് കാണുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ aij എന്ന് പറഞ്ഞ എലമെന്റിന്റെ മൈനറിന് mij എന്ന് പേര് വിളിക്കും. ഈ mij എങ്ങനെ കിട്ടല്? aij എന്ന് പറഞ്ഞ എലമെന്റ് ആണെങ്കിൽ അതിന്റെ മൈനർ കാണുമെങ്കിലോ ith റോയും jth കോളും ഒഴിവാക്കിയാൽ കിട്ടുന്ന ഡിറ്റർമിനന്റ്. ഓക്കെ, അതെങ്ങനെയൊന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ വിശദീകരിക്കാൻ എളുപ്പമാണ്. റിമാർക്ക് ശ്രദ്ധിച്ചോ. Minor of an element of determinant of order n greater than or equal to 2 is a determinant of order n minus 1. അതായത് മൈനർ ഓഫ് an element of determinant of order n. ഇപ്പൊ ഉദാഹരണത്തിന് മൈനർ ഓഫ് an element of order determinant of order n2 ആണെന്ന് വിചാരിക്കാം. n2 അങ്ങനെയാകുമ്പോ അതിന്റെ ഒരു എലമെന്റിന്റെ മൈനറിന്റെ ഓർഡർ, മൈനർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് അല്ലേ, അതിന്റെ ഓർഡർ എന്തായിരിക്കും? 2 minus 1 1 ആയിരിക്കും. ഇനി n3 ആണെങ്കിൽ ആ ഡിറ്റർമിനന്റിലെ ഒരു എലമെന്റിന്റെ മൈനർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈസ് എ ഡിറ്റർമിനന്റ് ഓഫ് ഓർഡർ 3 minus 1 എന്തായിരിക്കും? 2 ആയിരിക്കും. മനസ്സിലായല്ല? അപ്പൊ അത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വിശദീകരിച്ച് പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ആയ ഒരു കൺസെപ്റ്റ് അത്. ഓക്കെ, നോക്കാ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ മൈനർ ഓഫ് ആൻ എലമെന്റ് 6 ഇൻ ദ ഡിറ്റർമിനന്റ് ഡെൽറ്റ ഈക്വൽ ടു ഡിറ്റർമിനന്റ് 1 2 3 4 5 6 7 8 9. ഇതിൽ 6ന്റെ മൈനർ കാണണം. നോക്കേ, അപ്പൊ ഈ 6 ഇതാ ഈ പൊസിഷൻ 6 എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് പൊസിഷൻ മനസ്സിലാവില്ല. ഇത് 2 3 പൊസിഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യാ? ഇതിന്റെ മൈനർ ആണെങ്കിലോ ഈ 6 വരുന്ന റോയും കോളും ഒഴിവാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ്. 6 വരുന്ന റോ സെക്കൻഡ് റോ, 6 വരുന്ന കോളം തേർഡ് കോളം. അപ്പൊ ഈ സെക്കൻഡ് റോയും തേർഡ് കോളും ഒഴിവാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ് ഇരുന്നില്ലേ? അപ്പൊ നോക്കിയാ, സിൻസ് 6 lies in the second row and third column, its minor is n23 അല്ലെ, a23 n23 ഈക്വൽ ടു എന്തായിരിക്കും? ഡിറ്റർമിനന്റ് ഇത് ഒഴിവാക്കിയാൽ രണ്ടാമത്തെ റോയും മൂന്നാമത്തെ കോളും ഒഴിവാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ് എത്ര? 1 2 7 8. ഓക്കെ, ഡിറ്റർമിനന്റ് 1 2 7 8 എത്ര? 1 into 8 8 minus 14 എത്ര? -6. മനസ്സിലായില്ല? അതായത് m23 എന്ന് പറഞ്ഞ മൈനർ എങ്ങനെ കിട്ടിയ? സെക്കൻഡ് റോയും തേർഡ് കോളും ഒഴിവാക്കി അല്ലെ. ഈ 6 വരുന്നത് a23 പൊസിഷൻ ആണ്. അപ്പൊ അതിന്റെ മൈനർ ആണ് ഇത് m23. ഞാൻ വേറെ ഉദാഹരണം പറയാം. ഇതിലെ ഫൈൻഡ് മൈനർ ഓഫ് ആൻ എലമെന്റ് 2 എന്ന് പറഞ്ഞു വിചാരിക്കാം. ഇതിൽ ഫൈൻഡ് എലമെന്റ് ഓഫ് മൈനർ 2 എന്ന് പറഞ്ഞാൽ ഈ 2 വരുന്ന റോയും കോളും ഒഴിവാക്കാം. 2 വരുന്ന റോ എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് റോ ഒഴിവാക്കാം, പിന്നെ 2 വരുന്ന കോളോ സെക്കൻഡ് കോളം ഒഴിവാക്കുക അല്ലെ. അപ്പൊ അതിന്റെ പേര് m22 എന്ന് പറയും അല്ലെ. ഇത് a22 ആയിട്ട് ഇതിന്റെ മൈനറിന്റെ പേര് m22. അപ്പൊ m22 പറഞ്ഞാൽ എന്തായിരിക്കും? ഡിറ്റർമിനന്റ് എന്ത് കിട്ടും? 4 6 7 9. ഓക്കെ, ഡിറ്റർമിനന്റ് 4 6 7 9 കിട്ടും. ആ ഡിറ്റർമിനന്റ് കണ്ട ഇതിന്റെ ആൻസർ ആയി. ഓക്കെ, അതിന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, നമുക്ക് എന്തും ചെയ്യാം. അപ്പൊ മൈനർ എങ്ങനെ കിട്ടുന്നത്? അപ്പൊ ഇതിന്റെ ഓർഡർ നേരത്തെ പറഞ്ഞു നോക്കി. അപ്പൊ ഇത് ഒരു 3/3 ഡിറ്റർമിനന്റ് ആണ് അല്ലെ. ഇതിൽ 6 എന്ന് പറഞ്ഞ എലമെന്റിന്റെ മൈനറാ കാണുന്നത്. അപ്പൊ ആ മൈനർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു 2/2 ഡിറ്റർമിനന്റ് ആണ്. ഓർഡർ 2 ഡിറ്റർമിനന്റ് ആണ് വരുന്നത് കണ്ടില്ലേ. ഇതൊരു 3/3 ഡിറ്റർമിനന്റ് ആണ്. അപ്പൊ ഇതിലെ ഒരു എലമെന്റിന്റെ മൈനർ കാണുമ്പോൾ ആ മൈനർ ഡിറ്റർമിനന്റ് ആയിരിക്കും അല്ലെ. അതിന്റെ ഓർഡർ എന്തായിരിക്കും? നേരത്തെ n ആണെങ്കിൽ n-1. അപ്പൊ ഇത് 3 ആണ് ടോട്ടൽ ഉള്ളത്. അപ്പൊ ഇതിന്റെ മൈനർ എന്ന് പറയുമ്പോൾ 3 - 1 2 ആയിരിക്കും. ഓക്കെ, അടുത്തത് ഡെഫിനിഷൻ 2. കോഫാക്ടർ ഓഫ് ആൻ എലമെന്റ് aij denoted by capital Aij defined by aij equal to -1 raised to I plus j mij where mij is a minor of aij. ഒരു എലമെന്റിന്റെ കോഫാക്ടർ കാണണമെങ്കിൽ aijന്റെ കോഫാക്ടറിനെ ക്യാപിറ്റൽ aij ഡിനോട്ട് ചെയ്യും. അതെങ്ങനെ കിട്ടല്? -1 raised to I plus j mij. mij പറഞ്ഞ മൈനർ, അതിനോട് -1
-1/i+j എന്ന് വരും. മനസ്സിലായി? mij ആണെങ്കിൽ i+j. m11 ആണെങ്കിൽ -1/1+1. m12 ആണെങ്കിലോ -1/1+2. തിരിഞ്ഞില്ലേ? ഇനി m13 ആണെങ്കിലോ -1/1+3. ആ രീതിയിലാണ് കാണേണ്ടത്. ഓക്കെ, അതിനാണ് കോഫാക്ടർ എന്ന് പറയുന്നത്. കോഫാക്ടർ സൈൻഡ് മൈനർ, SIG-NED. സൈൻഡ് മൈനർ എന്ന് പറഞ്ഞാൽ മൈനറിന്റെ കൂടെ ഒരു സൈനും കൂടെ വരുമ്പോഴാണ് കോഫാക്ടർ കിട്ടുക. ഓക്കെ, എക്സാമ്പിൾ നോക്കാം, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ക്വസ്റ്റ്യൻ: ഫൈൻഡ് മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ് ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് ദ ഡിറ്റർമിനന്റ് 1, -2, 4, 3. നോക്കാം, മൈനേഴ്സും കോഫാക്ടറും കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം മൈനർ കണ്ടുപിടിക്കാം. മൈനർ ഓഫ് ആൻ എലമെന്റ് AJ പറഞ്ഞ എത്ര? MIJ. അപ്പൊ ഹിയർ എത്ര? A11 1. സോ M11 എന്ന് പറഞ്ഞത് മൈനർ ഓഫ് A11, ഇതിന്റെ മൈനർ. അപ്പൊ മൈനർ ഓഫ് A11 എന്ന് പറഞ്ഞാൽ ഇത് 1ന്റെ മൈനർ. എങ്ങനെ കിട്ടല്? ഈ 1 വരുന്ന റോയും കോളം ഒഴിവാക്കുക. 1 വരുന്ന റോയും കോളം ഒഴിവാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ്. അപ്പൊ 1 വരുന്ന റോ ഫസ്റ്റ് റോ, 1 വരുന്ന കോളം ഫസ്റ്റ് കോളം, രണ്ടും ഒഴിവാക്കി കിട്ടുന്ന എത്ര? 3ന്റെ ഡിറ്റർമിനന്റ്. ഡിറ്റർമിനന്റ് 3 പറഞ്ഞ എത്ര തന്നെ? 3. ഓക്കെ, ഇനി M12 പറഞ്ഞാലോ മൈനർ ഓഫ് എൻ എലമെന്റ് A12 എന്ന് പറഞ്ഞാൽ -2ന്റെ മൈനർ എന്ന് പറഞ്ഞാലോ -2 വരുന്ന റോയും കോളം ഒഴിവാക്കുക. ഒഴിവാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ് 4. എത്ര? 4. ഇനി M21 മൈനർ ഓഫ് എൻ എലമെന്റ് A21 എന്ന് ഈ 4ന്റെ. അപ്പൊ ഇതിന്റെ മൈനർ എന്ന് പറഞ്ഞായിരിക്കും ഈ 4 വരുന്ന റോയും കോളം ഒഴിവാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് -2, ദാറ്റ് ഈസ് -2. ഇനി M22 പറഞ്ഞാലോ എന്താണ്? മൈനർ ഓഫ് എൻ എലമെന്റ് A22. അപ്പൊ ഈ 3 വരുന്ന റോയും കോളം ഒഴിവാക്കുക. 3 വരുന്ന റോയും കോളം ഒഴിവാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ് 1 എന്താണ്? 1. മനസ്സിലായല്ലോ? അപ്പൊ ഈ 4 മൈനറും കിട്ടി. വേണമെന്നല്ല, ഇത് ചോദിച്ചിട്ട് നമുക്കിത് ഇതൊരു മെട്രിക്സ് ആണ് എഴുതിക്കാം. ഈ തന്നത് മെട്രിക്സ് ആയിട്ട് മൈനർ മെട്രിക്സ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 4 മൈനർ കണ്ടുപിടിച്ചിട്ട് ഓർഡറിൽ എഴുതി അത് മൈനർ മെട്രിക്സ് ആയി. ഞാൻ സൈഡിൽ എഴുതിയെങ്കിലും ഇവിടെ ശരിക്കും മൈനർ മെട്രിക്സ് എത്ര? മെട്രിക്സ് എന്ത് വരും? 3, 4, -2, 1. ഓർഡറിൽ 3, 4, -2, 1. ഇവിടെ ചോദ്യം ഇല്ല, അത് പറഞ്ഞൊന്നുമില്ല, നമുക്ക് അങ്ങോട്ട് ആവശ്യമില്ല. ഇനി കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. നോക്കാലോ കോഫാക്ടർ. ആദ്യം കോഫാക്ടർ ഓഫ് AJ എങ്ങനെ പറയാം? ക്യാപിറ്റൽ AJ അല്ലെ? AJ എങ്ങനെ കണ്ടുപിടിക്കല്? -1/i+j MIJ. അപ്പൊ ഇവിടെ നോക്കാം. ആദ്യം 1ന്റെ കോഫാക്ടർ എന്ന് പറഞ്ഞാൽ A11 അല്ലെ? കോഫാക്ടർ ഓഫ് 1 ആണ്. എങ്ങനെ കിട്ടല്? -1/1+1 M11. മനസ്സിലായല്ല? AIJ പറഞ്ഞ എത്ര? -1/i+j MIJ. അപ്പൊ A11 -1/1+1 M11 എത്ര? -1² M11. മൈനർ കണ്ടുപിടിച്ചില്ലേ? ഇനി മൈനർ ഇല്ലാണ്ട് ഡയറക്റ്റ് ഇത് കണ്ടുപിടിക്കാം. ഇങ്ങനെ A11 എന്ന് പറഞ്ഞാല് -1/1+1 അല്ലെ? എന്ത് ചെയ്യാ? ഈ 1 വരുന്ന റോയും കോളം ഒഴിവാക്കാം. എത്ര? 3. അതല്ല മൈനർ. അപ്പൊ -1² 3 അല്ല. ഈ മുകളിലൊക്കെ നോക്കണ്ട, നമുക്ക് ഡയറക്ടറിന്റെ കോഫാക്ടർ കാണാം. A12 -1/1+2. ഈ ഒന്നാമത്തെ റോ രണ്ടാമത്തെ കോളം ഒഴിവാക്കാം. എത്ര? 4. -1³ 4 -4. A21 എന്നല്ലോ -1/2+1. രണ്ടാമത്തെ റോ ഒന്നാമത്തെ കോളം ഒഴിവാക്കാം. രണ്ടാമത്തെ റോ ഒന്നാമത്തെ കോളം ഒഴിവാക്കി വിടുന്ന ഡിറ്റർമിനന്റ് -2 എത്ര? -2. M21 എഴുതാം. ഓക്കെ, എങ്ങനെയാലും കുഴപ്പമില്ല. A22 പറഞ്ഞാലോ -1/2+2. രണ്ടാമത്തെ റോ രണ്ടാമത്തെ കോളം ഒഴിവാക്കി വിടുന്ന ഡിറ്റർമിനന്റ് എത്ര? -1/4. രണ്ടാമത്തെ റോ രണ്ടാമത്തെ കോളം ഒഴിവാക്കി 1 അല്ലേ? 1. -1/4 = എത്ര? 1 = 1. ഇനി ഈ കിട്ടിയ കോഫാക്ടേഴ്സിനെല്ലാം നമുക്കൊരു മെട്രിക്സ് ഓർഡറിൽ എഴുതിയാൽ അതിന് നമ്മൾ കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയും. നമ്മളത് പഠിക്കാനുണ്ട് കുറച്ച് അങ്ങോട്ട്, ഞാനൊന്ന് അഡ്വാൻസ് ചെയ്ത് പറഞ്ഞൊന്നുമില്ല, നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയും. ഏത്? ഈ കോഫാക്ടർ എലമെന്റ്സ് എല്ലാം കണ്ടുപിടിച്ചിട്ട് അത് ഓർഡറിൽ എഴുതിയാൽ ഇത് A11 പൊസിഷൻ, A12, A21, A22. ഇതിനാണ് കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത്. നമുക്കിത് കുറച്ചും കൂടി പഠിക്കാനുണ്ട്, അന്നേരം നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്ത് റൈറ്റ് മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ് ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് ദ ഡിറ്റർമിനന്റ് 1, 0, 4, 3, 5, -1, 0, 1, 2. നോക്കി, ഇതൊരു 3/3 ഡിറ്റർമിനന്റ് ആണ് അല്ലെ? 3/3. എല്ലാത്തിനും മൈനർ കണ്ടുപിടിക്കണം. നമ്മുടെ ഇവിടെ 9 മൈനർ വരും, 9 കോഫാക്ടറും വരും അല്ലെ? ഇനിയോ ഇതിന്റെ ഓരോന്നിന്റെ മൈനർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു 2/2 ഡിറ്റർമിനന്റ് ആയിരിക്കും. മനസ്സിലായല്ലോ? എന്തുകൊണ്ട്? തന്ന ഡിറ്റർമിനന്റ് ഓർഡർ 3 ആണെങ്കിൽ അതിന്റെ ഓരോ മൈനറിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? n-1. n3 n-1 2 ആയിരിക്കും. അപ്പൊ ഓരോന്നായിട്ട് കാണാം. നമുക്ക് വളരെ ഈസി ആയിട്ട് കാണുന്നത് കേട്ടോ. അത് M11 ഇത് A11 പൊസിഷൻ, A12, A13, A21, A22, A23, A31, A32, A33. അപ്പൊ ആദ്യം M11 എത്ര? ഇതിന്റെ മൈനർ 1ന്റെ മൈനർ എന്ന് പറഞ്ഞാൽ 1 വരുന്ന റോയും കോളം ഒഴിവാക്കാം. ഡിറ്റർമിനന്റ് 5 -1 1 2. ദാറ്റ് ഈസ് എത്ര? 10 + 1 11. ഓക്കെ, മൈനർ 11. ഇനി കോഫാക്ടർ വർത്തന കണ്ടുപിടിച്ചു. എത്ര അതിന്റെ കോഫാക്ടർ? A11 = എത്ര? -1/1+1 മൈനർ 11 എന്ന് പറഞ്ഞാൽ എത്ര? -1² 11. ഓക്കെ, ഇത് രണ്ട് വേറെ വേറെ കണ്ടുപിടിക്കാണെങ്കിൽ ഞാനിത് സൗകര്യത്തിനോട് ഒരുമിച്ച് കണ്ടുപിടിച്ചൊന്നുമില്ല, കാരണം രണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞില്ല അല്ലെ? അപ്പൊ മൈനർ കണ്ടുപിടിച്ച അപ്പാടെ കോഫാക്ടർ കണ്ടുപിടിക്കുന്നത് എളുപ്പമായിരുന്നത്. M12
പറഞ്ഞതിന്റെ ഈ സീറോന്റെ അപ്പൊ സീറോ വരുന്ന റോയും കൂടെ ഒഴിവാക്കാം. സീറോ വരുന്ന റോയും കൂടെ ഒഴിവാക്കിയ ഡിറ്റർമിനന്റ് 3 - 1 0 2 എത്ര 6 പ്ലസ് 0 എത്ര 6. ഇനി A12 പറഞ്ഞാലോ അതിന്റെ കോഫാക്ടർ ഇത് വരും -1/1 + 2 M12. M12 പറഞ്ഞാൽ 6 -1³ 6 എത്ര -6. M13 പറഞ്ഞാലോ ഇതിന്റെ ഇതാണ് A13 ഇതിന്റെ മൈനർ. അപ്പൊ ഈ റോയും കൂടെ ഒഴിവാക്കാം. അപ്പൊ ഡിറ്റർമിനന്റ് 3 5 0 1 അപ്പൊ 3 - 0 3 കിട്ടി. A13 -1/1 + 3 M13. M13 പറഞ്ഞാൽ ഇതിന്റെ അല്ലേ -1/1 + 3 M13 പറഞ്ഞാൽ -1/4 3 ഒന്നും തന്നെ 3. ഇനി M21 എന്ന് പറഞ്ഞാലോ ഇതിന്റെ ഈ 3ന്റെ മൈനർ ഇതിന്റെ മൈനർ എന്ന് പറയുമ്പോൾ M21 3ന്റെ ഡിറ്റർമിനന്റ് 3 വരുന്ന റോയും കോളും ഒഴിവാക്കുക. 3 വരുന്നത് റോ രണ്ടാമത്തെ റോ ഒന്നാമത്തെ കോളം. അപ്പൊ ഡിറ്റർമിനന്റ് 0 4 1 2 ഡിറ്റർമിനന്റ് 0 4 1 2 പറഞ്ഞ എത്ര 0 - 4 -4. A21 -1/2 + 1 M21 -4 എത്ര -1³ -4 4. M22 ഡിറ്റർമിനന്റ് 5 വരുന്ന റോയും കോളും ഒഴിവാക്കിയാലോ ഡിറ്റർമിനന്റ് 1 4 0 2 എത്ര 0 2 - 0 2. A22 എത്ര -1/2 + 2 M22 -1/4 2 2. ഡൗട്ട് ഇല്ലല്ലോ. M23 പറഞ്ഞാൽ മൂന്നാമത്തെ ഇതിന്റെ മൈനർ എന്ന് പറഞ്ഞാലോ ഈ -1 വരുന്ന റോയും കോളും ഒഴിവാക്കാം. -1 വരുന്ന രണ്ടാമത്തെ റോ മൂന്നാമത്തെ കോളം ഒഴിവാക്കിയാലോ ഡിറ്റർമിനന്റ് 1 0 0 1. അപ്പൊ 1 - 0 1. അപ്പൊ A23 -1/2 + 3 M23 -1/5 1 -1. ഓക്കെ. ദെൻ M31 എന്ന് പറഞ്ഞാൽ 0ന്റെ അപ്പൊ ഈ 0 വരുന്ന റോയും കോളും ഒഴിവാക്കിയാലോ ഡിറ്റർമിനന്റ് 0 4 5 -1 -20. അപ്പൊ A3 വേണോ -1/3 + 1 -1/4 -20 എത്ര -20. M32 എന്തൊരു M32 പറഞ്ഞാൽ ഈ 1ന്റെ 1 വരുന്ന റോയും കോളും ഒഴിവാക്കിയാലോ ഡിറ്റർമിനന്റ് 1 4 3 -1 അപ്പൊ -1 -12 -30. A32 -1/3 + 2 M32 13. M33 2ന്റെ ഈ റോയും കോളും ഒഴിവാക്കിയാലോ M33 എന്ന ഡിറ്റർമിനന്റ് 1 0 3 5 that is 5 - 0 5. A33 -1/3 + 3 M33 -6 5 5 അല്ലേ. അപ്പൊ ഇവിടെ പറഞ്ഞത് റൈറ്റ് മൈനസ് ആൻഡ് കോഫാക്ടേഴ്സ് ഓഫ് ഓൾ എലിമെന്റ്സ് ഓഫ് ദി ഡിറ്റർമിനന്റ് ആണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇതൊരു മെട്രിക്സ് വന്നിട്ട് കോഫാക്ടർ മെട്രിക്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ എന്ത് ചെയ്താൽ മതി തന്നെ ഇതാ ഇനി ഉത്തരം ഒരു കോഫാക്ടർ മെട്രിക്സ് ഇതൊരു മെട്രിക്സ് A11 A12 A13 A21 A22 A23 A31 A32 A33 അത് ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ കോഫാക്ടർ മെട്രിക്സ് ആയി. ഓർഡറിൽ എഴുതിയ കോഫാക്ടർ മെട്രിക്സ് ആയി. ഓക്കെ. ഇത് നമുക്ക് അടുത്ത സെക്ഷനിൽ തന്നെ കണ്ടുപിടിക്കാനുണ്ട് എന്നിട്ട് എളുപ്പമാവും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി കോഫാക്ടേഴ്സ് ഓഫ് ഓൾ എലിമെന്റ്സ് ഓഫ് ദി ഡിറ്റർമിനന്റ്. ഇവിടെ ഫൈൻഡ് ഒരു എന്നെ അധികം ഉണ്ട് ശ്രദ്ധിച്ചാൽ മതി. ഡിറ്റർമിനന്റ് AC BD കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. നോക്കി ഇപ്പൊ കോഫാക്ടർ കണ്ടുപിടിക്കുന്നത് മൈനർ കണ്ടുപിടിക്കൊന്നും വേണ്ടല്ലോ ഡയറക്റ്റ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടോ ആദ്യം ഇത് A11 ഇത് സ്മോൾ A11 ഇതിന്റെ കോഫാക്ടറോ ക്യാപിറ്റൽ A11 = എന്ന സൂത്രവാക്യം -1/1 + 1 ഏത് M11 അല്ലെ ദാറ്റ് ഈസ് ഈക്വൽ എത്ര -1² M11 എങ്ങനെ കണ്ടുപിടിക്കല് ഈ ഒന്നാമത്തെ റോ ഒന്നാമത്തെ കോളം ഒഴിവാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ് അല്ലെ D = എത്ര D. ഇനി A12 കോഫാക്ടർ ഓഫ് A12 സ്മോൾ A12 ന്റെ കോഫാക്ടർ എത്ര -1/1 + 2 ഒന്നാമത്തെ റോ രണ്ടാമത്തെ കോളം ഒഴിവാക്കിയാലോ ഇവിടെ B ദാറ്റ് ഈസ് -1³ B -B. A21 ഇതിന്റെ കോഫാക്ടർ ഇപ്പൊ രണ്ടാമത്തെ റോയ് ഒന്നാമത്തെ കോളം ഒഴിവാക്കുക. അപ്പൊ എത്ര -1/2 + 1 M21 -1³ C -C. A22 ഇതിന്റെ ഡിന്റെ ഈ രണ്ടാമത്തെ റോ രണ്ടാമത്തെ കോളം അല്ലെ വരുമ്പോൾ -1/2 + 2 M22 എത്ര -1/4 A. ഓക്കെ. എന്ത് ചെയ്തു ഈ കിട്ടിയത് ഓർഡർ തന്നെ എഴുതി. ഇപ്പൊ കോഫാക്ടർ മെട്രിക്സ് എന്തായിരിക്കും മെട്രിക്സ് D -B -C A. കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിച്ചെന്നേ ഇല്ലു. ഇവിടെ ഫൈൻഡ് കോഫാക്ടേഴ്സ് ഓഫ് ഓൾ എലിമെന്റ്സ് പറഞ്ഞിട്ടു ഞാനതൊരു മെട്രിക്സ് ഓർഡറിൽ എഴുതിയെന്നേ ഇല്ലു. ഇതിനെയാണ് കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത റിസൾട്ട് ആണ് ഇമ്പോർട്ടന്റ് ആയ റിസൾട്ട് ആണ് നോക്കാം. ഇഫ് ഓൾ ദ എലിമെന്റ്സ് ഓഫ് എ റോ ബ്രാക്കറ്റിൽ കോളം ആർ മൾട്ടിപ്ലൈഡ് വിത്ത് കോഫാക്ടേഴ്സ് ഓഫ് എനി അതർ റോ ഓർ കോളം then their sum is 0. രണ്ടാമത്തെ റിസൾട്ട് ഇഫ് ഓൾ എലിമെന്റ്സ് ഓഫ് എ റോ ഓർ കോളം ആർ മൾട്ടിപ്ലൈഡ് വിത്ത് corresponding cofactors of the same row or column then their sum is determinant or delta. അതായത് ഇങ്ങനെ പറഞ്ഞു ഒന്നാമത്തെ റിസൾട്ട് all elements of a row or column are multiplied with the cofactors of any other row then their sum is 0.
ഇപ്പൊ ഉദാഹരണത്തിന് നോക്ക്, ഈ ഡിറ്റർമിനന്റിൽ ഒന്നാമത്തെ റോ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് A11 A12 A13 ആണ് അല്ലെ. ഇതിന്റെ കറസ്പോണ്ടിങ് കോഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇത് A11ന്റെ ക്യാപിറ്റൽ അല്ലെ, ക്യാപിറ്റൽ A11, A12ന്റെ ക്യാപിറ്റൽ A12, A13ന്റെ ക്യാപിറ്റൽ A13. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ ഉത്തരം എന്തായിരിക്കും? ഡിറ്റർമിനന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഡെൽറ്റ ആയിരിക്കും. അല്ലാണ്ട് വരുന്ന കോഫാക്ടർ, കറസ്പോണ്ടിങ് അല്ലാത്ത കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താലോ വാല്യൂ 0 ആയിരിക്കും, ഏതായാലും 0 ആയിരിക്കും. ഇത് നോക്കി, എക്സാമ്പിൾ ഞാൻ കൊടുത്ത് നോക്ക്. ഈ ഡിറ്റർമിനന്റ് നോക്കി, A11 into A11, അതായത് A11ന്റെ കോഫാക്ടർ A11 പ്ലസ് A21 into A21, A21ന്റെ കോഫാക്ടർ A21, A31 into A31, A31ന്റെ കോഫാക്ടർ A31. അങ്ങനെയാകുമ്പോ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എന്താ കിട്ടില്ല? ഡിറ്റർമിനന്റ്. ഇത് ശ്രദ്ധിക്കണ്ടേ, ഇഫ് ഓൾ ദ എലിമെന്റ്സ് ഓഫ് എ റോ ഓർ കോളം. അപ്പൊ ഒരു റോയിലെ എല്ലാ എലിമെന്റിനെയും അതിന്റെ കറസ്പോണ്ടിങ് ആയ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു കോളത്തിലെ എല്ലാ എലിമെന്റിനും കറസ്പോണ്ടിങ് തന്നെ വേണമെന്നില്ല, വേറെ ഒരു കോളത്തിന്റെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. കറസ്പോണ്ടിങ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തുകൊണ്ട് കിട്ടും ഉത്തരം കിട്ടുക. കറസ്പോണ്ടിങ് കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ ഡിറ്റർമിനന്റ് കിട്ടും. അല്ലാണ്ട് ഏത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താലോ 0 ഒന്നും കിട്ടും. ഓക്കെ, ഈ ഓർ കോളം എന്ന് പറഞ്ഞത് റോയിന് ചെയ്യുന്നതിന്റെ കോളത്തിന് ബാധകമാണ്. അതാണ് ബ്രാക്കറ്റ് ഓർ കോളം. മനസ്സിലായില്ലേ? ഓൾ എലിമെന്റ്സ് ഓഫ് റോന്നിൽ എങ്ങനെയും വായിക്കാം? ഓൾ എലിമെന്റ്സ് ഓഫ് കോളം വായിക്കാം. അങ്ങനെ എന്തായി? ആർ മൾട്ടിപ്ലൈഡ് വിത്ത് കോഫാക്ടേഴ്സ് ഓഫ് എനി അതർ കോളം. തിരിഞ്ഞില്ലേ? ദെൻ ദാറ്റ് സം ഈസ് 0. അത് എല്ലാവരും ശ്രദ്ധിക്കണം. റോയിന് ചെയ്യുന്നതിന് ഏതിനും ബാധകമാണ്, കോളത്തിനും ബാധകമാണ്. അപ്പൊ ഇവിടെ നോക്കിയതാ. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് ഇവിടെ മനസ്സിലായത്, ഒന്നാമത്തെ വാല്യൂ ഡിറ്റർമിനന്റ് ഡെൽറ്റ കിട്ടുന്നതുകൊണ്ട് ഇത് ഒന്നാമത്തെ കോളാണ് A11 A21 A31. ഇനി കറസ്പോണ്ടിങ് ആയ കോഫാക്ടർ ആണ് A11 A11, സ്മോൾ A21 ക്യാപിറ്റൽ A21, സ്മോൾ A31 ക്യാപിറ്റൽ A31. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തു. അപ്പൊ ഡെൽറ്റ ഉത്തരം. ഇനി നോക്കി, ഇവിടെ ഒന്നാമത്തെ റോ എടുത്തു A11 A12 A13. ഇനിയോ മൂന്നാമത്തെ റോയിന്റെ കോഫാക്ടർ എടുത്തു. മൂന്നാമത്തെ റോയിന്റെ കോഫാക്ടർ എന്ന് പറയുന്നത് ഇത് ക്യാപിറ്റൽ A31, ഇതോ A32, ഇത് A33. ഇത് ഒന്നാമത്തെ റോയിലെ എലിമെന്റ് മൾട്ടിപ്ലൈ ആഡ് ചെയ്യുമ്പോൾ കിട്ടും. നോക്കി, A11 into A31 പ്ലസ് A12 into A32 പ്ലസ് A13 into A33. ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കുന്ന പറഞ്ഞ്. അത് നമുക്ക് തിയറി തന്നെ നോക്കാം. ഞാൻ പ്രോബ്ലം ചെയ്ത് നമുക്ക് ഇപ്പൊ കാണിച്ചു തരാം, അടുത്ത പ്രോബ്ലത്തിൽ കാണിച്ചു തരാം. അപ്പൊ റിസൾട്ട് മനസ്സിലായല്ലോ. ഓൾ എലിമെന്റ്സ് ഓഫ് എ റോ, ഒരു റോയിലെ എല്ലാ എലിമെന്റിനെയും അല്ലെ അതേ റോയിലെ തന്നെ ആർ മൾട്ടിപ്ലൈഡ് വിത്ത് കോഫാക്ടേഴ്സ് ഓഫ് ദ സെയിം റോ. അതേ റോയിന്റെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ അതിന്റെ വാല്യൂ സം എന്തായിരിക്കും? സം ഡിറ്റർമിനന്റ് ആയിരിക്കും. ഇനി ഒരു റോയിലെ എല്ലാ എലിമെന്റ്സിനെയും വേറെ ഏതെങ്കിലും റോയിന്റെ കോഫാക്ടർ ഉണ്ട്, കറസ്പോണ്ടിങ് എലിമെന്റ്സിന്റെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഈ റോയിൽ ചെയ്യുന്നതിൽ ഏനും ചെയ്യാം, കോളത്തിനും ചെയ്യാം. മനസ്സിലായല്ലോ? അത് ഞാൻ ഒന്നുകൂടെ ഒരു പ്രോബ്ലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, ശ്രദ്ധിച്ചോ. Write the cofactors of all elements of the determinant. Determinant 104, 35 minus 1, 0, 1, 2. And verify the following. A11 into A21 plus A12 into A22 plus A13 into A23 equal to 0. Then A11 into A11 plus A21 into A21 plus A31 into A31 equal to determinant. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ തിയറി എന്ന് തെളിയിക്കാൻ പറഞ്ഞു. ഈ ഒന്നാമത്തെ തിയറി എന്താ പറഞ്ഞത്? A11 into A21, A11 into A22 plus A13 into A23 എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായിരുന്നു. ഒന്നാമത്തെ റോയും ഇത് രണ്ടാമത്തെ റോയിന്റെ കോഫാക്ടർ ആണ് ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്, ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് 0 നമുക്ക് തെളിയിക്കാം. പിന്നെയോ രണ്ടാമത്തെ പ്രശ്നം, ഒന്നാമത്തെ കോളും പിന്നെയോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ റോയിലെ എലിമെന്റും അതിന്റെ കോഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ വാല്യൂ ഡിറ്റർമിനന്റ് ആണോ തെളിയിക്കാം. അപ്പൊ അതിനുവേണ്ടി ആദ്യം നമുക്ക് കോഫാക്ടർ കാണാം. നോക്കാം. ഒന്നാമത് A11 എന്ന് പറഞ്ഞാൽ ഈ ഒന്നിന്റെ കോഫാക്ടർ എത്ര? -1 + 1. ഈ -1 വരുന്ന റോയും കൂടെ ഒഴിവാക്കാം, അതിൽ M11. അപ്പൊ എത്ര വരും? ഒഴിവാക്കാൻ ഡിറ്റർമിനന്റ് എഴുതണ്ട, ഇവിടെ കാണാം. അപ്പം A11 എന്ന് പറഞ്ഞാൽ ഈ 1ന്റെ കോഫാക്ടർ. അപ്പൊ -1 + 1 1 വരുന്ന റോയും കൂടെ ഒഴിവാക്കിയാലോ ഡിറ്റർമിനന്റ് 5 - 1 1 2 എത്ര? 10 + 1. ഇനി ഇങ്ങനെ ചെയ്യണ്ടു കേട്ടോ. 10 + 1 11. അപ്പൊ -1² 11 ആണ്. A12 0ന്റെ -1 + 1 + 2 M12. അപ്പൊ സെക്കൻഡ് ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം ഒഴിവാക്കിയാലോ എത്ര കിട്ടും? 6 + 0. That is -1³ 6 -6. Yes. A13 ഈ 4ന്റെ 4 വരുന്ന റോയും കൂടെ ഒഴിവാക്കുക. അപ്പൊ എത്ര? -1 + 1 + 3 എത്ര? 3 - 0 -1 + 4 3. Then A21 ഈ 3ന്റെ കോഫാക്ടർ 3 വരുന്ന റോയും കൂടെ ഒഴിവാക്കിയാൽ എത്ര? ഡിറ്റർമിനന്റ് 0 - 4 ഉണ്ടല്ലേ? That is -1³ -4, that is 4. A22 -1 + 2 + 2 സെക്കൻഡ് റോയും സെക്കൻഡ് കോളം ഒഴിവാക്കുക. അപ്പൊ ഡിറ്റർമിനന്റ് എത്ര? 2 - 0, that is -1 + 4 2. A23 ഈ -1ന്റെ -1 വരുന്ന റോയും കോളം ഒഴിവാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ്. ഇപ്പോഴത്തെ ഡിറ്റർമിനന്റ് 1 - 0,
ദാറ്റ് ഈസ് -1 ഈക്വൽ ടു -1. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിറ്റർമിനന്റ് എന്ന് എഴുതാം. പക്ഷെ നമ്മൾ രണ്ടു ക്വസ്റ്റ്യൻ ചെയ്തു, അപ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ് ആവണം. A23 ഇപ്പൊ എത്ര? ഈ -1ന്റെ -1 ഇത് ഒഴിവാക്കി ചെയ്തു. ഇനി ഇതിന്റെ A31 ഇപ്പൊ 0 എന്ന റോയിങ്ങൾ ഒഴിവാക്കിയാലോ? A31 ഈക്വൽ ടു -1/3 + 1 ഒഴിവാക്കിയാലോ? 0 -20 -1/4 -20 A32 ഇതിന്റെ ഇത് വരുന്ന റോയിങ്ങൾ ഒഴിവാക്കിയാലോ? -1/3 + 2 അല്ലെ? M32 -1/5 -30 A33 ആകുമ്പോ -1/3 + 3 M33 A33 ആകുമ്പോൾ 2ന്റെ ഈ റോയും ഈ കോളം ഒഴിവാക്കുക. അപ്പൊ -1/3 + 3 ഈ റോയും ഈ കോളം ഒഴിവാക്കി ഡിറ്റർമിനന്റ് 5 - 0 -1/6 5 അല്ലെ? ഇപ്പൊ എന്ത് കിട്ടി? എല്ലാ കോഫാക്ടറും കിട്ടി. ഇനി ഇത് തെളിയിക്കുക വേണ്ട അല്ലെ? ഒന്നാമത് രണ്ടാമത് A11 A12 A13 എല്ലാം കിട്ടി. ഒന്നാമത് ചെയ്ത മനസ്സിലായില്ല? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ റോയിന്റെ എലമെന്റ്സിന് രണ്ടാമത്തെ റോയിന്റെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ആഡ് ചെയ്യുന്നത്. അപ്പൊ 0 തെളിയിക്കണം. നോക്കാം. കൺസിഡർ A11 ന്റെ A21 + A12 ന്റെ A22 + A13 ന്റെ A22 വാല്യൂ എല്ലാം കൊടുത്തു. മുകളിലത്തെ വാല്യൂ എല്ലാം കൊടുത്തു. 1 × 4 + 0 × 2 + 4 × -1 സോ 4 + 0 -4 0 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ എന്താ തെളിയിക്കണ്ടേ? രണ്ടാമത്തെ വാല്യൂ ഡിറ്റർമിനന്റ് എന്ന് തെളിയിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? വി ഹാവ് ആ ഡിറ്റർമിനന്റ് ഒന്ന് കണ്ടുപിടിക്കാം. ഇത് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് 104 35 - 1 0 1 2 ആ ഡിറ്റർമിനന്റ് ഒന്ന് കണ്ടുപിടിക്കാം. അപ്പൊ +1 × 10 + 1 -0 × 6 + 0 +4 × 3 -0 ചെയ്തെന്ത് കിട്ടും? 11 -0 + 12 23 എന്ന് കിട്ടി. ഇക്വേഷൻ വന്നു കൊടുത്തു നമ്മൾ 23 ഡിറ്റർമിനന്റ് കണ്ടു 23 കിട്ടി. ഇനി എന്ത് കാണാം? A11 × A11 + A21 × A21 + A31 × A31 കാണാം. അത് നിങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. A11 A21 A31 നമ്മൾ മുമ്പിൽ വരെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ കൊടുത്തു 1 × 11 + 3 × 4 + 0 × -20 എന്ത് കിട്ടി? 23 എന്ന് കിട്ടി. സോ എന്ത് കിട്ടി? A11 × A11 + A21 × A21 + A31 × A31 = ഡെൽറ്റ. അതായത് ഈ പ്രോബ്ലം ചെയ്തതിൽ നിങ്ങൾ മനസ്സിലായ കാര്യം തിരിഞ്ഞല്ല. എന്താണ്? ഒരു റോയിലെ എലമെന്റ്സിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ആഡ് ചെയ്താൽ വാല്യൂ എന്തായിരിക്കും? ഡിറ്റർമിനന്റ് ആയിരിക്കും അല്ലെ? റോയിലിനെ വേണമെന്നില്ല കോളത്തിന് ചെയ്യാം അല്ലെ? ഇനിയോ ഒരു റോയിലെ എലമെന്റ്സിന് അല്ലെങ്കിൽ കോളത്തിലെ എലമെന്റ്സിന് വേറെ ഏതെങ്കിലും റോയിന്റെ കോളത്തിലെ എലമെന്റ്സിന്റെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ആഡ് ചെയ്താൽ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇത് കറസ്പോണ്ടിങ് ആയിട്ട് വരുമ്പോൾ ഡിറ്റർമിനന്റ് കിട്ടും. ഡിറ്റർമിനന്റ് പറഞ്ഞാൽ ഡെൽറ്റ, അതാണ് ഡിറ്റർമിനന്റ് ഈ കണ്ടത് അല്ലെ? ഓക്കെ, ഇനി നോക്ക്. ഈ കൺസെപ്റ്റ് നമ്മൾ ഒരു ക്വസ്റ്റ്യനിലേക്ക് കൂടി ചെയ്യുന്നുണ്ടോ? യൂസിങ് കോഫാക്ടേഴ്സ് ഓഫ് എലമെന്റ്സ് ഓഫ് തേർഡ് കോളം ഇവാലുവേറ്റ് ഡെൽറ്റ ഈക്വൽ ടു ഡിറ്റർമിനന്റ് 1xyz 1yzx 1zxy. ചോദ്യം ഇതാണ്, കോഫാക്ടർ ഓഫ് എലമെന്റ്സ് ഓഫ് തേർഡ് കോളം ഇവാലുവേറ്റ് ഡെൽറ്റ. അതായത് തേർഡ് കോളത്തിന്റെ കോഫാക്ടർ ഉപയോഗിച്ചിട്ട് ഡെൽറ്റ കാണണം. ഡെൽറ്റ അവരുടെ ഡിറ്റർമിനന്റ് കാണണം. അപ്പൊ ഇതാ തേർഡ് കോളം എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലെ? ഇതാണ് തേർഡ് കോളം. ഇത് ഏത് പൊസിഷൻ? A13 അല്ലെ? A23 A33 A13 A23 A33 ഈ പൊസിഷൻ. ഇത് ഉപയോഗിച്ചിട്ട് ഡെൽറ്റ ഡിറ്റർമിനന്റ് കാണണം. അപ്പൊ അതിന്റെ സൂത്രവാക്യം ഇപ്പൊ പഠിച്ചതാ. ഇന്ന സൂത്രവാക്യം ഡെൽറ്റ ഈക്വൽ ടു തേർഡ് കോളത്തിന്റെ കോഫാക്ടർ ഉപയോഗിച്ച് ഡെൽറ്റ കാണണം എന്ന് പറഞ്ഞാൽ എത്ര? എങ്ങനെയാ ഡെൽറ്റ കിട്ടല്? ആ കോളത്തിലെ എലമെന്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ആഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും നോക്കി? അപ്പൊ ഡെൽറ്റ പറഞ്ഞ എത്ര? A13 × A13 ഈ A13 ആണ് ഇതിന്റെ കോഫാക്ടർ പ്ലസ് എത്ര? A23 × ക്യാപിറ്റൽ A23 ആണ് സ്മോൾ A23 ന്റെ കോഫാക്ടർ പ്ലസ് A33 × ക്യാപിറ്റൽ A33 അതാണ് സ്മോൾ A33 ന്റെ കോഫാക്ടർ. മനസ്സിലായല്ലോ? അപ്പൊ തേർഡ് കോളം ഉപയോഗിച്ച് കാണുമ്പോൾ എന്താ വരില്ല? A13 × A13 പ്ലസ് A23 × A23 പ്ലസ് A33 × A33. ഡൗട്ട് ഇല്ല? ഇവിടെ ചോദ്യമാണ് തേർഡ് കോളത്തിന്റെ കോഫാക്ടർ ഉപയോഗിച്ചിട്ട് ഡെൽറ്റ കാണാനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത് ഉപയോഗിച്ചത്. ഇനിയൊന്നുമില്ല, വില കൊടുക്കാം. എത്ര? A13yz A23zx A33 xy. ഇനിയോ ബാക്കിയെല്ലാം കാണാം. ആദ്യം A13 കാണാം. ക്യാപിറ്റൽ A13 പറഞ്ഞല്ലോ ഈ yzന്റെ കോഫാക്ടർ എന്ത് വരും? -1/1 + 3 ഈ yz വരുന്ന റോയും കോളം ഒഴിവാക്കാം. അപ്പൊ എത്ര വരും? ഡിറ്റർമിനന്റ് 1y 1z എത്ര? z - y. A23 ഇത് zx ന്റെ zx വരുന്ന റോയും കോളം ഒഴിവാക്കാം. അപ്പൊ എത്ര? -1/2 + 3 ഡിറ്റർമിനന്റ് 1x 1z അപ്പൊ എന്ത് വരും? -z - x x - z. A33 എന്നാലോ xy ന്റെ കോഫാക്ടർ x വരുന്ന റോയും കോളം ഒഴിവാക്കി എന്ത് വരും? -1/3 + 3 1x 1y that is y - x. അവിടെ ഡെൽറ്റ എത്ര? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A13 × A13 പ്ലസ് A23 × A23 പ്ലസ് A33 × A33 എന്നാലോ വില കൊടുത്താൽ yz × z - y
plus zx into x minus z plus xy into y minus x. Bracket open ചെയ്താലോ z square y minus y square z. Here plus x square z minus z square x plus y square x minus x square y. Okay. അപ്പോൾ ഇവിടെ തേർഡ് കോളത്തിന്റെ കോഫാക്ടർ ഉപയോഗിച്ചിട്ടാണ് ഇത് കണ്ടത്. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് കോളത്തിന്റെ സെക്കൻഡ് റോയിന്റെ എല്ലാം കോഫാക്ടർ ഉപയോഗിച്ച് കാണാൻ പറ്റും. ഇങ്ങനത്തെ ഒന്ന് ഹോംവർക്ക് ആയിട്ട് തരാം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. യൂസ് കോളേജ് ഓഫ് എലമെന്റ്സ് ഓഫ് സെക്കൻഡ് റോ. ഇവാലുവേറ്റ് ഡെൽറ്റ ഈക്വൽ ഡിറ്റർമിനന്റ് 538201123. കോഫാക്ടേഴ്സ് ഓഫ് എലമെന്റ്സ് ഓഫ് സെക്കൻഡ് റോ എന്ന് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നോക്കി, കോഫാക്ടേഴ്സ് ഓഫ് എലമെന്റ്സ് ഓഫ് സെക്കൻഡ് റോ എന്ന് പറഞ്ഞാലോ സെക്കൻഡ് റോ ഇത് 201, ഇതാണ് സെക്കൻഡ് റോ 201. അപ്പൊ ഇതിന്റെ കോഫാക്ടർ ഉപയോഗിച്ച് ഡിറ്റർമിനന്റ് കാണാൻ പറഞ്ഞാൽ എന്തായിരിക്കും വരല്? ഇത് A21 A22 A23. അപ്പൊ ഫോർമുല എന്താണെന്ന് മനസ്സിലായല്ലോ? ഡെൽറ്റ ഈക്വൽ ടു A21 into capital A21 പ്ലസ് സ്മോൾ A22 into capital A22 പ്ലസ് സ്മോൾ A23 into capital A23 ആയിരിക്കും. ഓക്കെ, അടുത്ത് ഫൈൻഡ് മൈനസ് ആൻഡ് കോഫാക്ടേഴ്സ് ഓഫ് എലമെന്റ്സ് ഓഫ് ദ ഡിറ്റർമിനന്റ് 2 minus 3 5 6 0 4 1 5 minus 7 and verify that A11 into A31 plus A12 into A32 plus A13 into A33 equal to 0. നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. ഇവിടെ എന്തുകൊണ്ട് 0 കിട്ടുന്ന മനസ്സിലായില്ലേ നിങ്ങൾക്ക്? A11 A12 A13 പറഞ്ഞാൽ ഒന്നാമത്തെ റോയിലെ എലമെന്റ്സ് ആണ്. A31 A32 A33 എന്ന് പറഞ്ഞാലോ മൂന്നാമത്തെ റോയിന്റെ കോഫാക്ടർ ആണ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വില 0 കിട്ടും. ഡൗട്ടില്ല? റിസൾട്ട് എല്ലാവരും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ അടുത്ത ഒരു കൺസെപ്റ്റിലേക്ക് പോവാം. അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ്. സിമ്പിൾ കൺസെപ്റ്റ് ആണ്. The adjoint of a square matrix A equal to Aij n by n is defined as transpose of the matrix Aij n by n, where Aij is the cofactor of the element Aij. Adjoint of the matrix A is denoted by adjoint. അതായത് ഇത്രയും സിമ്പിൾ ആണ്. ഒരു സ്ക്വയർ മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ട്രാൻസ്പോസ് ഓഫ് ദി കോഫാക്ടർ മെട്രിക്സ്. ആദ്യം എന്ത് ചെയ്യാം? കോഫാക്ടർ മെട്രിക്സ് കാണാം, എന്നിട്ടോ അതിന്റെ ട്രാൻസ്പോസ് കാണാം. മനസ്സിലായല്ല? ഒരു സ്ക്വയർ മെട്രിക്സിന്റെ അഡ്ജോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആദ്യം എന്ത് കാണാം? കോഫാക്ടർ മെട്രിക്സ് കാണാം, എന്നിട്ടോ അതിന്റെ ട്രാൻസ്പോസ് കാണാം. അതിനാണ് അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ തിയററ്റിക്കലി ഇങ്ങനെ പറയാം, ലെറ്റ് A ഈക്വൽ ടു മെട്രിക്സ് A11 A12 A13 A21 A22 A23 A31 A32 A33. ദെൻ അഡ്ജോയിന്റ് എന്ന് പറയുന്നത് ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ്. ഇത് കോഫാക്ടർ, ഇതിന്റെ കോഫാക്ടർ മെട്രിക്സ് ചെയ്ത് ക്യാപിറ്റൽ എനെ സ്മോൾ എനെ ക്യാപിറ്റലിലേക്ക് മാറ്റിയാൽ മതി. ഇത് A11 A12 A13 A21 A22 A23 A31 A32 A33. ഇത് തിയറിയാണ്. തിയറി പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതെല്ലാം കാണണം. ഈ 9 കോഫാക്ടറും കാണണം. പിന്നെ ട്രാൻസ്പോസ് പറഞ്ഞ എത്ര മെട്രിക്സ് എത്ര? A11 A21 A31 A12 A22 A32 A13 A23 A33. ഇത് ബൈഹാർട്ട് പഠിക്കേണ്ട, ഡെഫിനിഷൻ പഠിച്ചാൽ മതി. എന്താ ഡെഫിനിഷൻ? അഡ്ജോയിന്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഈസ് ഈക്വൽ ടു ട്രാൻസ്പോസ് ഓഫ് ദി കോഫാക്ടർ മെട്രിക്സ്. ഓക്കെ, അപ്പൊ അഡ്ജോയിന്റ് കാണാൻ നിങ്ങൾ ആദ്യം എന്ത് കാണണം? കോഫാക്ടർ മെട്രിക്സ് കാണണം. കോഫാക്ടർ മെട്രിക്സ് എങ്ങനെ കാണുന്നത്? എല്ലാ എലമെന്റിന്റെയും കോഫാക്ടർ കണ്ടുപിടിച്ചിട്ട് ഒരു മെട്രിക്സ് ആയിട്ട് എഴുതാം. ഓക്കെ, അതിനാണ് നമ്മൾ കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയല്. എല്ലാ എലമെന്റ് കോഫാക്ടർ എലമെന്റ്സ് കാണാം, എന്നിട്ട് അതിനൊരു മെട്രിക്സ് ആയിട്ട് എഴുതാം. ഡൗട്ടില്ല? ഇതൊരു 3/3 ആണെങ്കിൽ എങ്ങനെ വരുന്നതെന്ന് ഈ കാണിച്ചത്. ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് പോവാം. നോക്കാം. ഫൈൻഡ് അഡ്ജോയിന്റ് എ ഫോർ എ ഈക്വൽ ടു മെട്രിക്സ് 2 3 1 4. ഇതിന്റെ അഡ്ജോയിന്റ് കാണണം. അപ്പൊ ഇവിടെ കോഫാക്ടർ കണ്ടുപിടിച്ചു. A11 അത് ഇത് 2ന്റെ കോഫാക്ടർ എത്ര? -1 raised to 1 plus 1. 2 വരുന്ന റോയിങ്ങൾ ഒഴിവാക്കിയാലോ 4. A12 3ന്റെ കോഫാക്ടർ -1 raised to 1 plus 2. ഈ റോയിങ്ങൾ ഒഴിവാക്കിയാലോ -1 A21 ഈ 1ന്റെ കോഫാക്ടർ ഈ റോയിങ്ങൾ ഒഴിവാക്കിയാൽ -1 raised to 2 plus 1 3 -3. A22 ഈ 4ന്റെ കോഫാക്ടർ 4 വരുന്ന റോയിങ്ങൾ ഒഴിവാക്കിയാൽ -1 raised to 2 plus 2 2. അപ്പൊ എന്തായി? അഡ്ജോയിന്റ് പറയുന്നത് ട്രാൻസ്പോസ് ഓഫ് എ കോഫാക്ടർ മെട്രിക്സ് ആണ്. അഡ്ജോയിന്റ് മെട്രിക്സ് A11 A21 A12 A21 മെട്രിക്സ് 4 -3 -1 2 എന്ന് കിട്ടി. ശ്രദ്ധിക്കുക, ഞാൻ ഇതിന്റെ വേഗം പറഞ്ഞു വെച്ചാൽ നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യണ്ട. കോഫാക്ടർ കണ്ടുപിടിക്കുന്ന എളുപ്പം വഴിയുണ്ട്, അതാണ് എനിക്ക് പറയാൻ പോകുന്നത്. നിങ്ങൾ അഡ്ജോയിന്റ് കാണുമ്പോൾ 2/2 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കാണുമെങ്കിൽ ഇങ്ങനെ ചെയ്യുകയും വേണ്ട. ഇനി ഞാൻ പറഞ്ഞ മെട്രിക് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ റിമാർക്ക് നോക്ക്. ഫോർ എ സ്ക്വയർ മെട്രിക്സ് ഓർഡർ 2 given by A equal to മെട്രിക്സ് A11 A12 A21 A22. The adjoint can also be obtained by interchanging A11 and A22. ഇതിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം വഴി ഈ ഡയഗണൽ എലമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഇത് A11 ഇത് A22 അല്ലേ? അപ്പൊ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം എന്നല്ലോ. ഇത് A22 ഇത് A11 and by changing signs of A12 and A21 and changing signs of A12 and A21 എന്നല്ലോ. ഈ A12 A21 ചിഹ്നം മാറ്റാം, അങ്ങോട്ടോട്ട് മാറ്റാം, ചിഹ്നം മാറ്റാം.
അപ്പൊ A12 എന്തായി -A12 ആയി. ഈ A21 എന്തായി -A21 ആയി. തിരിഞ്ഞല്ലോ. അപ്പൊ ഒന്നുകൂടെ പറയാം, ഒരു 2x2 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് വേണമെങ്കിൽ എളുപ്പം വഴി ആദ്യം എന്ത് ചെയ്യാം, ഡയഗണൽ എലമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അപ്പൊ ഇതിന്റെ അഡ്ജോയിന്റ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. മെട്രിക്സ് 2 3 1 4 അഡ്ജോയിന്റ് കണ്ടുപിടിക്കുന്നില്ലേ, ആദ്യം ഡയഗണൽ എലമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അപ്പൊ ഇതാ ഇത് 4 ഇത് 2, മനസ്സിലായില്ല? ഡയഗണൽ എലമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, ഇത് 4 ഇത് 2. ഇനിയോ ഓഫ് ഡയഗണൽ എലമെന്റ്, ഇതിന്റെ ചിഹ്നം മാറ്റാം. 3ന്റെ ചിഹ്നം മാറ്റുമ്പോൾ -3, ഇതിന്റെ ചിഹ്നം മാറ്റുമ്പോൾ എത്ര -1 ആയി. സിമ്പിൾ ആണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ 2x2 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കല്? ആദ്യം ഡയഗണൽ എലമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഈ 2 4 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, ഇവിടെ 4 ഇവിടെ 2. ഇനിയോ ബാക്കി ഓഫ് ഡയഗണൽ എലമെന്റ് ഇതിന്റെ ചിഹ്നം മാറ്റാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണ്ട, എന്ത് ചെയ്യാം ചിഹ്നം മാറ്റാം. അപ്പൊ 3 എത്ര -3, 1 എത്ര -1. ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം, അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവും. ഫൈൻഡ് അഡ്ജോയിന്റ് ഓഫ് ദി ഫോളോയിങ് മെട്രിക്സസ്. A equal matrix 2 -1 3 -5. ഉത്തരം അഡ്ജോയിന്റ് എളുപ്പത്തിൽ വരുന്നുണ്ടോ? അഡ്ജോയിന്റ് ഈക്വൽ മെട്രിക്സ് എന്ത് ചെയ്തു ഉത്തരം? ആദ്യം ഡയഗണൽ എലമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഉത്തരം ആറുള്ള ഇതുണ്ട്, അങ്ങോട്ട് മാറ്റുമ്പോ ഇത് -5 ഇത് 2 അല്ലേ. പിന്നെയോ ഈ ഓഫ് ഡയഗണൽ എലമെന്റ് ചിഹ്നം മാറ്റാം. ഈ -1 എന്തായി 1 ആയി, 3 എന്തായി -3 ആയി. കണ്ടുക, സിമ്പിൾ ആയി ഓഫ് ഫാക്ടർ മെട്രിക്സ് ഒന്നും കണ്ടുപിടിക്കാണ്ട് അഡ്ജോയിന്റ് കിട്ടി. തിരിഞ്ഞല്ല. അപ്പൊ ഡയഗണൽ എലമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, ഓഫ് ഡയഗണൽ എലമെന്റ് ചിഹ്നം മാറ്റാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, A equal to matrix -3 -6 0 7 അഡ്ജോയിന്റ് കണ്ടുപിടിക്കുന്നു. കണ്ടോ, അഡ്ജോയിന്റ് ഈക്വൽ ടു ആദ്യം ഡയഗണൽ എലമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. പറഞ്ഞാലോ ഇത് 7 ഇത് -3. പിന്നെയോ ഓഫ് ഡയഗണൽ എലമെന്റ് ചിഹ്നം മാറ്റാം. ഇത് എത്ര 6, ഇതോ -0 എഴുതൂല, ഇല്ലല്ല ഇവിടെ തന്നെ 0 തന്നെ. ഒന്നുകൂടെ പറയാം, ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടെ പറയാം എങ്ങനെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കുന്നത്. 2x2 ആദ്യം ഡയഗണൽ എലമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഇത് -3 7 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ ഇത് 7 ഇത് -3. ഓഫ് ഡയഗണൽ എലമെന്റ് ചിഹ്നം മാറ്റാം. -6 ചിഹ്നം മാറ്റുമ്പോൾ 6, ഇതോ -0 പറഞ്ഞാൽ തന്നെ 0. തിരിഞ്ഞല്ല. ഇപ്പൊ 2x2 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം, വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സെക്ഷനാണ്, വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, പക്ഷെ 3x3 ചോദിച്ചാലോ നമുക്ക് ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് ട്രാൻസ്പോസിനെ എടുക്കണം. നോക്കാലോ, അങ്ങനത്തെ ഒന്ന് നോക്കാം. 3x3 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഫൈൻഡ് അഡ്ജോയിന്റ് ഓഫ് ദ മെട്രിക്സ് 2 1 3 3 1 2 1 2 3. അപ്പൊ എങ്ങനെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കല്? ആദ്യം കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കാം, എന്നിട്ടോ അതിന്റെ ട്രാൻസ്പോസ് അല്ലെ. ഇത് 2x2 ആകുമ്പോൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷെ 3x3 ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് കോഫാക്ടർ നോക്കാലോ. ഇത് നമ്മൾ 2-3 ചോദ്യം ചെയ്തു, അവിടെ ഞാൻ കുറച്ചുകൂടെ വേഗം എക്സ്പ്ലെയിൻ ചെയ്യാം. A11 ഈ രണ്ടിന്റെ കോഫാക്ടർ എത്ര -1 + 1 2 വരുന്ന റോയും കൂടെ ഒഴിവാക്കി എടുത്ത ഡിറ്റർമിനന്റ് എത്ര 3 -4 അല്ലെ. -1² 3 -4 -1. അടുത്ത A12 -1 + 2 M12 ഈ 1ന്റെ കോഫാക്ടർ ഇത് ഒഴിവാക്കിയാലോ 9 - 2 -7. A13 ഈ 3ന്റെ കോഫാക്ടർ അപ്പൊ എന്താ 3 വരുന്ന റോയും കൂടെ ഒഴിവാക്കിയാലോ ഇവിടെ -1 + 3 6 -1 that is 5. A21 -1 2 + 1 അതെങ്ങനെ മനസ്സിലായില്ല. A21 ഇൻറ്റു M21 എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ എഴുതിയെന്നില്ലു. M21 മൈനർ എങ്ങനെ കിട്ടല്? M21 കിട്ടൽ എങ്ങനെ? രണ്ടാമത്തെ റോയും ഒന്നാമത്തെ കോളം ഒഴിവാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ്. അപ്പൊ ഇതാ രണ്ടാമത്തെ റോയും ഒന്നാമത്തെ കോളം ഒഴിവാക്കി ഡിറ്റർമിനന്റ് 3 - 6 3 --- കൂടെ +3. A22 -1 2 + 2 M22 that is -1 4 അല്ലെ. ഈ രണ്ടാമത്തെ റോയും കോളം ഒഴിവാക്കിയാൽ എത്ര 6 - 3 3. A23 ഈ 2ന്റെത് ഇപ്പൊ 2 3 ആകുമ്പോൾ രണ്ടാമത്തെ റോയും മൂന്നാമത്തെ കോളം ഒഴിവാക്കാം 4 -1 -3. A31 -1 3 + 1 M31 അപ്പൊ ഇതാണ് A31. ഈ മൂന്നാമത്തെ റോയും ഒന്നാമത്തെ കോളം ഒഴിവാക്കാം. അപ്പൊ എത്ര -1 3 + 1 2 -3 -1. A32 ഈ 2ന്റെ ഈ 2 വരുന്ന റോയും കോളം ഒഴിവാക്കാം. അപ്പൊ എത്ര വരും? A32 -1 3 + 2 M32 അല്ലെ. 4 - 9 that is -5. A33 -1 3 + 3 എത്ര ഈ റോയും കോളം മൂന്നാമത്തെ റോയും മൂന്നാമത്തെ കോളം ഒഴിവാക്കിയാൽ 2 -3 -1. സോ കോഫാക്ടർ മെട്രിക്സ് എത്ര? മെട്രിക്സ് -1 -5 5 3 3 -3 -5 5 -1. ഇതാണ് കോഫാക്ടർ മെട്രിക്സ്. കോഫാക്ടർ മെട്രിക്സ് എങ്ങനെ എഴുതി മനസ്സിലായില്ല? ഓർഡർ എഴുതി. ഓർഡർ ഇതാ സ്മോൾ A1 കോഫാക്ടർ ക്യാപിറ്റൽ A11, സ്മോൾ A12 ക്യാപിറ്റൽ A12, ഇതോ A13 A21 A22 A23 A31 A32 A33 ഓർഡർ എഴുതി. അവിടെ അഡ്ജോയിന്റ് എത്ര? ഇതിന്റെ ട്രാൻസ്പോസ് എങ്ങനെ കിട്ടല്? നേരെ ഉത്തരം എഴുതാം. ഒന്നാമത്തെ കോളം ഒന്നാമത്തെ കോളായിട്ട് എഴുതി -1 -5. രണ്ടാമത്തെ റോ രണ്ടാമത്തെ കോളായിട്ട് എഴുതി 3 3 -3. മൂന്നാമത്തെ റോ മൂന്നാമത്തെ കോളായിട്ട് -1 5 -1. സോ എന്തായി? അഡ്ജോയിന്റ് ആയി.
മനസ്സിലായല്ലോ? അപ്പൊ എല്ലാ എലമെന്റും കോഫാക്ടർ ആദ്യം കണ്ടുപിടിച്ചു, എന്നിട്ട് കോഫാക്ടർ മെട്രിക്സ് എഴുതി, പിന്നെ അതിന് ശേഷം അഡ്ജോയിന്റ് എഴുതി. നമുക്ക് അടുത്ത ക്ലാസ്സുകളിലെല്ലാം 2-3 ക്ലാസ് ഇതേ കാര്യം തന്നെ വന്നുകൊണ്ടിരിക്കും. ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഫൈൻഡ് അഡ്ജോയിന്റ് ഓഫ് ദ മെട്രിക്സ് 4 - 6 1 -1 -1 1 -4 11 -1. അപ്പൊ ആദ്യം നേരത്തെ പോലെ A11 -1 raised to 1 + 1 M11 that is -1 square 4 with the ഒഴിവാക്കിയാലോ 1 - 11 -10. A12 ഇത് സ്വന്തം തന്നെ ചെയ്യാം, സംശയം ഉണ്ടെങ്കിൽ മാത്രം ക്ലാസ്സിൽ നോക്കിയാൽ മതി. A12 -6ന്റെ കോഫാക്ടർ -1 raised to 1 + 2 എത്ര 1 + 4 -5. A13 ഈ 1ന്റെ കോഫാക്ടർ -1 raised to 1 + 3 -11 -4 that is -15. A21 ഈ -1ന്റെ കോഫാക്ടർ -1 വരുന്ന റോയും കൂടെ ഒഴിവാക്കിയാലോ -1 raised to 2 + 1 അല്ലേ, എന്തൊരു 6 - 11 that is -5. A22 ഈ -1ന്റെ കോഫാക്ടർ -1 വരുന്ന റോയും കൂടെ ഒഴിവാക്കിയാലോ -4 + 4 that is 0. A23 ഇതിന്റെ ഈ 1ന്റെ കോഫാക്ടർ ഇതിന്റെ ഇപ്പൊ രണ്ടാമത്തെ റോയും മൂന്നാമത്തെ കൂടെ ഒഴിവാക്കിയാലോ എത്ര 44 - 24 that is -20. A31 ഇതിന്റെ ഈ -4ന്റെ കോഫാക്ടർ 31 എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ റോയും ഒന്നാമത്തെ കൂടെ ഒഴിവാക്കാം, എത്ര -6 + 1 -5. A32 11ന്റെ കോഫാക്ടർ തേർഡ് റോ രണ്ടാമത്തെ കൂടെ ഒഴിവാക്കിയാലോ 4 + 1 അല്ലേ. ലാസ്റ്റ് A33 -1 raised to 3 + 3 M33 ഇത് ഒഴിവാക്കാം, മൂന്നാമത്തെ റോ അതായത് A33 വരുമ്പോൾ മൂന്നാമത്തെ റോ മൂന്നാമത്തെ കോളം ഒഴിവാക്കുന്നുണ്ട്. A22 പറഞ്ഞാലോ രണ്ടാമത്തെ റോയും രണ്ടാമത്തെ കോളം ഒഴിവാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ്. ഓക്കെ, അതിന്റെ കൂടെ ചിഹ്നം കൂടെ വരുന്നേയുള്ളൂ. എന്നിട്ട് കോഫാക്ടർ മെട്രിക്സ് എഴുതി, മെട്രിക്സ് ഓർഡറിൽ എഴുതി -10 -5 -15 5 0 -20 -5 -5 -10. സോ അഡ്ജോയിന്റ് എത്ര മെട്രിക്സ് -10 5 -5 -5 0 -5 -15 -20 -10. ഓക്കെ, ഈ അസൈൻമെന്റ് എല്ലാവരും ചെയ്യാം. ഫൈൻഡ് അഡ്ജോയിന്റ് ഓഫ് ഈച്ച് ഓഫ് ദ മെട്രിക്സസ്. മെട്രിക്സ് 1 2 3 4 2/2. മെട്രിക്സ് 1 -1 2 2 3 5 -2 0 1. ഓക്കെ, പിന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി 5 മിനിറ്റ് ലെങ്ത് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ കണ്ടുപിടിച്ച കൺസെപ്റ്റിന്റെ വീണ്ടും വരുന്നത്. അപ്പൊ ക്ലാസ് എല്ലാവരും കൃത്യമായിട്ട് കാണാം. അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ട്രാൻസ്പോസ് ആണ് ഇത് അഡ്ജോയിന്റ്. കോഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ല, വളരെ സിമ്പിൾ ആയ കൺസെപ്റ്റ് കോഫാക്ടർ കണ്ടുപിടിക്കുന്നത്. ആ ഡിറ്റർമിനന്റ് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അതിന്റെ ആൽജിബ്ര മിസ്റ്റേക്ക് വരാണ്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നേ. അത് ക്ലാസ് കണക്ക് ഞാൻ ചെയ്ത കണക്കുകൾ ക്ലാസ് ശ്രദ്ധിച്ചതിന് ശേഷം രണ്ടാമത് സ്വന്തമായിട്ട് ചെയ്തിട്ട് ആൻസർ വെരിഫൈ ചെയ്യുന്ന ഏറ്റവും നല്ലത്. കൂടുതൽ കണക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ അസൈൻമെന്റ് തന്നത് കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും അഡ്ജോയിന്റ് എല്ലാം വരും. അപ്പൊ അത് ഒന്നും കൂടെ നമുക്ക് ആ കൺസെപ്റ്റ് ഒന്നും കൂടെ തറവ് കൊടുത്ത ക്ലാസ് ആകുമ്പോൾ. ഓക്കെ, അപ്പൊ എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ പഠിക്കുക.